അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആറാമത്തെ ജുസ് ലാ യുഹിബ്ബുള്ള. ഇതിൽ 4 പേജ് സൂറത്തുൽ നിസാഉം 15 പേജ് സൂറത്തുൽ മാഇദയാണ്. അപ്പോൾ സൂറത്തുൽ മാഇദ ഇവിടെയുള്ള 15 പേജ് ചേർത്ത് 7ാമത്തെ ജുസ്ഇൽ 6 പേജും കൂടെ വരും. അപ്പം സൂറത്തുൽ മാഇദ ഏകദേശം 21 പേജ് വരും എന്നർത്ഥം. ഇവിടെ ഈ 6ാമത്തെ ജുസ്ഇൽ ലാ യുഹിബ്ബുള്ളയിൽ സൂറത്തുൽ നിസാഇൻ്റെ അവസാനമുള്ള 4 പേജിൽ പറയുന്ന സംഗതി, ഒന്ന്, അല്ലാഹു തആല ചീത്ത വാക്കുകൾ മനുഷ്യർ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല, മർദ്ദിതനൊഴികെ. ഒരാൾക്കെതിരെ ഒരു അപവാദം, ഒരു അക്രമം, ഒരു അന്യായമുണ്ടായി, അതിനെ പ്രതികരിക്കുന്ന സമയത്ത് വാക്കുകൾ കടന്നു പോകുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ന്യായമുണ്ടായേക്കാം. അപ്പോഴും ക്ഷമിക്കുന്നതാണ് നല്ലത് എന്ന സൂചന ഇവിടെ നൽകുന്നുണ്ട്. അതുപോലെ വേദക്കാർ അള്ളാഹുവിൻ്റെ റസൂലിനെ ഉപദ്രവിച്ചു, ബുദ്ധിമുട്ടിക്കാണ് പല ചോദ്യങ്ങൾ കൊണ്ട്. ഗ്രന്ഥം നേരിട്ടിറങ്ങുന്നത് അവർക്ക് കാണണം, അങ്ങനെ പല ആവശ്യങ്ങളും. അപ്പോൾ അല്ലാഹു തആല പറയാണ്, നബിയെ, മൂസാ നബിയുടെ അവർ ഇതിനേക്കാൾ വലുത് ചോദിച്ചിട്ടുണ്ട്, അള്ളാഹുവിനെ തന്നെ നേരിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇസ്ലാമിൽ നേതാവാവുക എന്ന് പറഞ്ഞാൽ അത്ര വെറും സുഖം മാത്രമുള്ള സംഗതിയല്ല. ഭൗതിക പ്രസ്ഥാനങ്ങളിലൊക്കെ ഉള്ളതുപോലെ സുഖിക്കാൻ വേണ്ടി നേതാവാകാൻ ദീനിൽ കഴിയില്ല. മറിച്ച് അങ്ങോട്ട് താഴ്മ കാണിക്കേണ്ടി വരും, പലതും സഹിക്കേണ്ടി വരും. അപ്പോൾ ദീനിൽ ആ രീതിയിലാണ് നേതൃത്വം ഒരു വലിയൊരു ഉത്തരവാദിത്തമായിട്ടാണ്, വലിയൊരു ഭാരമായിട്ടാണ് ദീനിൽ നേതൃസ്ഥാനത്തെ വിവരിച്ചിട്ടുള്ളത്. പിന്നെ അവസാനത്തെ 3 പേജിൽ എന്ന് പറഞ്ഞാൽ ഈ സൂറത്ത് നിസാഇൻ്റെ അവസാന ഭാഗത്തിനർത്ഥം ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പരാമർശമുണ്ട്. ക്രിസ്ത്യാനികളുടെ ചില വാദങ്ങളും അതിനുള്ള മറുപടിയും അവർക്ക് ഇസ്ലാമിലേക്കുള്ള ക്ഷണവും ഒക്കെ കാണാം. സൂറത്തുൽ മാഇദ അടുത്ത സൂറത്തിലും വിശദമായിട്ട് കാണാം. അപ്പോൾ അതിൽ ഒന്ന്, ത്രിയേകത്വം പറയുന്നതിന് അള്ളാഹു പറയാണ്, നിങ്ങൾ ഈ ത്രിയേകത്വം പറയുന്നത് അവസാനിപ്പിക്കണം, എന്നിട്ട് അള്ളാഹു ഏക ഇലാഹാണെന്ന് വിശ്വസിക്കണം. അപ്പോൾ അവിടെ പറയുന്നൊരു സംഗതി, ഈസാ നബി അലൈഹിസ്സലാമിന് അഥവാ യേശു ക്രിസ്തുവിനോ മലക്കുകൾക്കോ അള്ളാഹുവിൻ്റെ അടിമയാകാൻ യാതൊരു മടിയുമില്ല. അപ്പോൾ അവർ ആരാധ്യനാക്കുന്നു, അള്ളാഹു പറയാണ് അല്ല, അള്ളാഹുവിൻ്റെ അടിമയാണ്. അപ്പോൾ ഈ അബ്ദ് എന്നുള്ള വിശ്വാസം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നുള്ള വിശ്വാസം, ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നുള്ള വിശ്വാസം തൗഹീദിൻ്റെ ഒരു അടിത്തറയാണ്. കാരണം ഒരിക്കലും അടിമ പങ്കാളിയാകുന്നില്ല, ശരീക്കാകുന്നില്ല. അടിമക്ക് ഉടമസ്ഥാവകാശം, ഈ ഉടമസ്ഥാവകാശത്തിൽ ഉടമയുടെ ഓഹരി കിട്ടുന്നില്ല. അപ്പം ലൻ യസ്തൻകിഫൽ മസീഹു അൻ യകൂന അബ്ദൻ ലില്ലാഹി വലൽ മലായികത്തുൽ മുഖറബൂൻ. ഈസാ നബിയോ അള്ളാഹുവിൻ്റെ സമീപസ്ഥരായ മലക്കുകളോ അള്ളാഹുവിൻ്റെ അടിമയാകാൻ വൈമനസ്യം കാണിക്കുന്നില്ല എന്ന് പറയുമ്പം അടിമയാണ് എന്നുള്ള വിശ്വാസം തൗഹീദിൻ്റെ അടിത്തറയാണ്. ആരൊക്കെയാണ് ഇവരെ പങ്കു ചേർക്കുന്നത്? ആ പങ്കു ചേർക്കുമ്പം അറ്റ്ലീസ്റ്റ് അവർ പറയുന്ന സംഗതി, ഏറ്റവും മിനിമമായിട്ട് അവർ പറയുന്ന ഷിർക്ക് എന്താണെന്നറിയോ? അധികാര സ്വരത്തിലുള്ള ശുപാർശയാണ്. അതായത് മിനിമം ആ ഒരു അധികാരമെങ്കിലും, ശുപാർശയിലുള്ള അധികാരമെങ്കിലും, അതായത് അവർ ശുപാർശ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു തആല പ്രതിസന്ധിയിലാകും, അല്ലാഹു തആല അത് അനുവദിച്ചാൽ കൊടുക്കേണ്ടി വരും. അതിനേക്കാൾ അടുത്ത പദവിയാണ് ഈ മകനാണെന്നൊക്കെ പറയുമ്പോൾ. മകനൊക്കെ ഉറച്ച അവകാശമുള്ളത്. അപ്പം തൗഹീദ് ഷിർക്കിനെ വേർതിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് മകനല്ല, അധികാര സ്വരത്തിലുള്ള ശുപാർശക്കും അവകാശമില്ല, വെറും അടിമയാണ്, അള്ളാഹുവിൻ്റെ ആജ്ഞകൾ അനുസരിക്കുന്ന വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബി അലൈഹിസ്സലാം എന്നൊക്കെ പറയുമ്പോൾ തൗഹീദിൻ്റെ അടിത്തറ അവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. അതുപോലെ അവരവരുടെ അറിവില്ലായ്മ കൊണ്ട്, ഊഹം വെച്ചുകൊണ്ട് അവർ പറയുന്നു, ഈസാ നബിയെ ഞങ്ങൾ കുരിശിലേറ്റിയെന്ന്. അള്ളാഹു പറയാണ് അവർക്ക് മാറിപ്പോയതാണ്. ഈസാ നബി അലൈഹിസ്സലാമിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഉറച്ച അനുയായികളുണ്ട്, ഹവാരികൾ എന്ന് ഖുർആനിൽ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സന്തത സഹചാരികളുണ്ട്. അപ്പം ആ രീതിയിൽ അവർക്ക് മാറിപ്പോയതാണ്. ഒരിക്കലും അവർ ഈസാ നബി അലൈഹിസ്സലാമിനെ വധിച്ചിട്ടില്ലെന്നും ഖിയാമത്തിൻ്റെ മുമ്പായി ഈസാ നബി അലൈഹിസ്സലാം വരുമെന്ന സൂചന ഇവിടെ ഈ ആയത്തുകളിലുണ്ട്. എന്ന് മാത്രമല്ല, അനേകം സ്ഥലങ്ങളിൽ വ്യക്തമായിട്ട് ദീനിൽ അറിയപ്പെട്ട സംഗതിയാണ്. ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ഖിയാമത്തിന് മുമ്പ് ഭൂമിയിൽ വരികയും അദ്ദേഹത്തിൻ്റെ ഭാഗം വിവരിക്കുകയും ചെയ്യും. അപ്പം ഇത് ഈ സൂറത്ത് നിസാഇൻ്റെ അവസാന ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. അവരോട് പറയുന്നൊരു സംഗതിയാണ്, നിങ്ങൾ ദീനിൽ അതിര് കവിയരുത്, പ്രവാചകനെ പിടിച്ച് പടച്ചോനാക്കുക, അള്ളാഹുവിൻ്റെ ദാസനെ അള്ളാഹുവിൻ്റെ മകനാക്കി മാറ്റുക, അങ്ങനെ ദീനിൽ അതിര് കവിയരുത്. അപ്പം അവരാ അറ്റം വരെ അതിര് കവിഞ്ഞ് അവർ ഷിർക്കിലേക്ക് പോയി. നമ്മളും മനസ്സിലാക്കേണ്ട കാര്യമാണ്, ദീനിൽ അതിര് കവിയുന്നത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല, ദീനിന് ഒരു അത്ഭുതകരമായ ശക്തിയുണ്ട്. അദ്ദീനു യുസ്റുൻ വലൻ യുഷാദ്ദീന അഹദുൻ ഇല്ലാ ഗലബഹു. ദീന് വളരെ ലളിതമാണ്. ആരാണോ ഇതിലെ തീവ്രത കൊണ്ടുവരുന്നത് അവരുടെ നിയമങ്ങൾ അവരെ തന്നെ അതിജയിക്കും.
ഇപ്പോൾ പല സംഘടനകൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പല പ്രസ്ഥാനങ്ങൾ, പ്രവർത്തനങ്ങൾ. അതിൽ കവിഞ്ഞുകൊണ്ട് അവർ നടത്തുന്ന വാദം എന്താണോ, പിൽക്കാലത്ത് അത് അവർക്ക് വിഴുങ്ങേണ്ടി വരും. പിൽക്കാലത്ത് അവരായിരിക്കും അത് ഏറ്റവും കൂടുതൽ പൊളിക്കുന്നവരായിട്ട് മാറുക. അപ്പം അങ്ങനെ ഒരു അത്ഭുതകരമായ ശക്തി ഇതിനുണ്ട്. ഞാനിപ്പം ഓരോരോ വിഷയമായിട്ട് വിശദീകരിക്കുന്നില്ല. വോട്ട് ചെയ്യുന്നത് കുഫറാണ് അല്ലെങ്കിൽ ഹറാമാണെന്നൊക്കെ പറഞ്ഞവരായിരിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ചോദിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ തൗഹീദ് എന്ന പേരും മുദ്രാവാക്യവും പറഞ്ഞ് ആരാണോ മുശ്രിക്കാക്കിയത് അവരായിരിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ പരസ്പരം മുശ്രിക്കാക്കുന്നുണ്ടാവുക. അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളിലും എന്താണോ അതിവാദം നടത്തുന്നത് അവർ തന്നെ അതിൽ പോയി പെടുന്നു എന്നുള്ളത് ദീനിൻ്റെ ഒരു അജയ്യതയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ദീന് ലളിതമാണ്. ആരാണോ ഇതിനെ തീവ്രമാക്കുന്നത്, കഠിനമാക്കുന്നത്, അവരുടെ കാര്യങ്ങൾ അവരെ തന്നെ അതിജയിക്കും എന്നൊരു പരാമർശം ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെയും സൂറത്തുൽ മാഇദയിലും വളരെ സ്നേഹത്തിലാണ് ഇവരെ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ വാദം അവസാനിപ്പിക്കണം, അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. എന്താണ് ത്രിയേകത്വം ഒഴിവാക്കാത്തത്? അപ്പോൾ ത്രിയേകത്വവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധയിൽ വെക്കണം. ഒന്ന്, അണികളുടെ ത്രിയേകത്വം വരെ, നേതാക്കളുടെ ത്രിയേകത്വം വരെ. അണികൾ പറയുന്ന ത്രിയേകത്വം വെള്ളം, നീരാവി, ഐസ്, ഒരേ സാധനം 3 ഫോമിലേക്ക് വരുന്നുള്ളതാണ്. എന്നാൽ വേദം പഠിച്ച പുരോഹിതർ പറയുന്ന ത്രിയേകത്വം 3 ആളാണ്, എന്നാൽ സ്നേഹം കൊണ്ട്, പാരസ്പര്യം കൊണ്ടൊന്നാണ്. ഭാര്യയും ഭർത്താവും നമ്മൾ ഒന്നാന്ന് പറയുന്നത് പോലെ ഇവർ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനൊക്കെ പാരസ്പര്യം കൊണ്ട്, സ്നേഹം കൊണ്ട്, അതായത് സ്വത്വം കൊണ്ട് 3ആണ്, ഐക്യം കൊണ്ട് 1ആണെന്നർത്ഥം. എന്നാൽ അണികൾ പറയുന്ന ത്രിയേകത്വം ഒരേ വസ്തു 3 രൂപത്തിലേക്ക് രൂപം പ്രാപിക്കുന്നു എന്ന രീതിയാണ്. വെള്ളം, നീരാവി, ഐസ് എന്നുള്ള ഫോർമാറ്റാണ് അവർ പറയുന്നത്. ഞാൻ പറയുന്നത് ഒന്നാമത് അവർക്കിടയിൽ തന്നെ ഈ 2 രീതിയുണ്ട്. രണ്ടാമത് ഇവിടെ ഇനി സൂറത്തുൽ മാഇദയിലും വിഷയം ഒന്നായതുകൊണ്ട് അതും കൂടെ ചേർത്ത് പറയാം. അല്ലാഹു തആല ഒന്ന് ഈ ഒരു പോയിന്റ് ഓർമ്മിക്കുക. ത്രിയേകത്വം തന്നെ 2 രീതിയിലാണ് അവർ പറയുന്നത്. രണ്ടാമത്തേത് അല്ലാഹു തആല പരാമർശിക്കുന്ന ഒരു കാര്യമാണ്. ഈസാ നബി അലൈഹിസ്സലാമും മറിയമും ഒക്കെ സാധാ മനുഷ്യരുടെ ഗുണഗണങ്ങളോടെ ജീവിച്ചവരാണെന്നുള്ളത്. അപ്പോൾ ക്രിസ്ത്യാനികൾ മെല്ലെ പ്ലേറ്റ് മാറ്റി പിടിക്കും. അപ്പോൾ അവർ പറയും, അതെ, മനുഷ്യരൂപത്തിൽ അവതരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ പോലെ തന്നെയാണ് നിൽക്കുക. അപ്പോൾ അതിൽ ഒരു പടി കൂടെ കടന്ന് ഖുർആൻ പറയുന്നൊരു സംഗതിയുണ്ട്. ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു, അള്ളാഹുലേക്ക് ക്ഷണിച്ചിരുന്നു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ ഇസ്രായേൽ സന്തതികളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ചിന്തിക്കുന്നൊരു ഏത് ക്രിസ്ത്യാനിയും അവസാനം ചെന്ന് ഇസ്ലാമിനെ അംഗീകരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്ന ഒരു പോയിൻ്റാണ് ഈസാ നബി അലൈഹിസ്സലാം ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ള കാര്യം, ദൈവത്തെ ആരാധിച്ചിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അതേത് ദൈവമാണ്? ആ ഏകനായ ദൈവത്തെ നിങ്ങൾ എന്തുകൊണ്ട് ആരാധിക്കുന്നില്ല? നിങ്ങൾ എന്തിനു ത്രിയേകത്വം പറയണം? പിന്നെ സൂറത്ത് ആലു ഇമ്രാനിൽ പറഞ്ഞതുപോലെ പിതാവില്ലാതെ ജനിച്ചു എന്നതിൻ്റെ പേരിലാണെങ്കിൽ ആദം നബി ആരാധിച്ചാൽ മതിയല്ലോ. ആദം നബി അലൈഹിസ്സലാം പിതാവും മാതാവും ഇല്ലാതെ ജനിച്ചിട്ടുണ്ട്. അപ്പം പിതാവില്ലാതെ ജനിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു ദൃഷ്ടാന്തമായതുകൊണ്ടാണ് ആരാധിക്കുന്നതെങ്കിൽ ആദം നബി അലൈഹി സ്വലാമിനല്ലേ ഡബിൾ പടച്ചോനാക്കേണ്ടത്? അപ്പോൾ ഇത് സൂറത്ത് ആലു ഇമ്രാനിൽ പറയുന്ന കാര്യമാണ്. ഇവിടുത്തെ 3 പോയിന്റ്: ഒന്ന്, ത്രിയേകത്വം തന്നെ ഇവർക്ക് 2 രീതിയിലാണ്. രണ്ടാമത്തത് മനുഷ്യനാണ് എന്നതിൻ്റെ അടയാളങ്ങൾ അള്ളാഹു വിവരിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൽ അവർ പ്ലേറ്റ് മാറ്റി പിടിക്കുമ്പം മൂന്നാമതായിട്ട് അടുത്ത പറയുന്ന സംഗതി, അദ്ദേഹം അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു, അള്ളാഹുലേക്ക് ക്ഷണിച്ചിരുന്നു. ആ ഒരു പോയിന്റിൽ ഏതൊരു ക്രിസ്ത്യാനിയും സത്യം അംഗീകരിക്കാൻ തയ്യാറാകും. അപ്പോൾ ഇവിടെ നമ്മൾ പരാമർശിക്കേണ്ട ഒരു പേരുണ്ട്. അവർ ഇന്ത്യയിലേക്ക് വന്ന് പ്രബോധനം ചെയ്യുമ്പം ചാക്രിക ലേഖനങ്ങൾ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടായിരുന്നു. അവരുടെ മാർപ്പാപ്പന്മാരുടെ ഫത്വകൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർ പറഞ്ഞു, ഇന്ത്യയിലെ പ്രബോധനം ഫലിക്കുന്നില്ല, ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം, മാറി നിൽക്കുന്നത് പോലെ ഉണ്ട് ഇപ്പം. അപ്പോൾ അങ്ങനെ അവർ തീരുമാനിച്ച് അവർ പല രീതിയിൽ പല വേഷം കെട്ടി. ഇപ്പോൾ നമ്മൾ അടുത്ത് മഞ്ചേരിയിൽ പോലും കാണാം പിൽക്കാലത്ത് ഫാദർ അലവിയുടെ മർക്കസുൽ ബിഷാറ. അപ്പോൾ ആ പേരൊക്കെ കേട്ടവർക്ക് ഏതോ മർക്കസ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ അവർ മീസാനുൽ ഹക്ക് എന്നൊരു ഗ്രന്ഥം എഴുതി. അന്ന് റഹ്മത്തുള്ളാഹി കീരാനവി അതിന് മറുപടി എഴുതി ഇൽഹാറുൽ ഹക്ക്. ബൈബിൾ എന്നിങ്ങനെ മറ്റേ മിക്സിയിലിട്ടതുപോലെ ഇങ്ങനെ കാണിച്ചു കൊടുത്തതിലെ വൈരുദ്ധ്യങ്ങൾ, ഈസാ നബി അലൈഹി സ്വലാം മനുഷ്യനാണെന്നതിൻ്റെ അടയാളങ്ങൾ, ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്തത്, പല കാര്യങ്ങളും. ഈ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി, പൊടിപിടിച്ച കോപ്പിയാണ് സൗത്ത് ആഫ്രിക്കയിൽ ഷെയ്ഖ് അഹമ്മദ് ദീദാദ് ക്രിസ്ത്യൻ മിഷണറിമാരെ കൊണ്ട് പ്രയാസപ്പെട്ടു നിന്നിരുന്ന കാലത്ത് ഒരു സാധാരണക്കാരനായി ഒരു സാധാ ജോലി ചെയ്ത് ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഈ പുസ്തകം എത്തുന്നത്. അപ്പോൾ ആരുടെയോ നല്ല നീയത്ത് അദ്ദേഹം ഒരു കോപ്പി വാങ്ങി, അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ഉപകാരപ്പെട്ടില്ലായിരിക്കാം, അതിൻ്റെ പൊടി പിടിച്ച കോപ്പി അഹമ്മദ് ദീദാദിൻ്റെ കയ്യിലെത്തി. പിന്നെ നടന്നത് ചരിത്രമാണ്. ലോകത്തെ വലിയ പ്രബോധകനായിട്ട് ഷെയ്ഖ് അഹമ്മദ് ദീദാദ് മാറി. അപ്പം അന്ന് ഇന്ത്യയിൽ മീസാനുൽ ഹക്കിനെ ഇൽഹാറുൽ ഹക്കിലൂടെ നമ്മുടെ മഹത്തുക്കളായ മഹാന്മാരായ ഉലമാക്കൾ അതിനെ നേരിട്ടു. റഹ്മത്തുള്ളാഹി കീരാനവി അതിനെക്കുറിച്ച് നമ്മൾ കേരളത്തിലെ പ്രബോധകൻ എം എം അക്ബർ സാഹിബ് ഒരിക്കലും പറഞ്ഞത്,
ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു, ബഹുമാനം കാരണം എന്ന് പറഞ്ഞതുപോലെ പ്രബോധകരുടെ ഏതെങ്കിലും വ്യക്തിക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ റഹ്മത്തുള്ളാഹി കീരാനവിക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ്. അത്ര വലിയൊരു ഗ്രന്ഥമാണത്. ഇന്നതിൻ്റെ ആമുഖമുണ്ട്, അതായത് അത് അറബിയിലേക്കും ഇംഗ്ലീഷിലേക്കും പല ഭാഷയിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഉറുദു ഭാഷയിൽ തഖി ഉസ്മാനി മൗലാന ഒരു ആമുഖം കാണാം. അദ്ദേഹം ആഗോള പണ്ഡിതനാണ്, ഷെയ്ഖുൽ ഇസ്ലാം എന്ന അക്ഷരം തെറ്റാതെ വിളിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ്. ക്രിസ്ത്യാനിസം എവിടുന്ന് എങ്ങനെ തെറ്റി എവിടേക്ക് എത്തി എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ ഈ സകല തിരക്കുകൾക്കുമിടയിൽ അല്ലാമ തഖി ഉസ്മാനി പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സാധിക്കുന്നവർക്ക് ആവശ്യത്തിലുള്ള തുടർ പഠനങ്ങൾ നടത്താം. ഇനി അടുത്തത് സൂറത്തുൽ മാഇദ. നിങ്ങൾ ഇടപാടുകൾ പൂർത്തിയാക്കണം. ഔഫൂ ബിൽ ഉഖൂദ്, അത് അരമുക്കാലാക്കി വെക്കരുത്. അവസാനത്തെ തുട്ടും നാണയത്തുട്ടും തീർക്കുന്നത് വരെ ഇടപാടുകളെ പൂർത്തിയാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിങ്ങൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ അനാദരിക്കരുത്. ബലിമൃഗങ്ങളും അതിൻ്റെ കഴുത്തിലുള്ള കയറുകളുമെല്ലാം അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്. അതിനെ ആദരിക്കണം എന്ന് പറയുമ്പം മസ്ജിദിലുള്ള വസ്തുവകകൾ, അവിടെയുള്ള മുഅദ്ദിൻ, ഇമാം, അദ്ദേഹം മസ്ജിദിലുള്ള മുഅദ്ദിനാണ്. നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും അദ്ദേഹത്തെ ബഹുമാനിക്കണം. ഇദ്ദേഹം മസ്ജിദിലുള്ള ഇമാമാണ്, ഇദ്ദേഹം ഖുർആൻ പഠിപ്പിക്കുന്ന മുഅല്ലിമാണ്. അവരെത്ര ചെറിയ ജീവിത സാഹചര്യങ്ങളുള്ളവരാണെങ്കിലും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ടവരെന്ന രീതിയിൽ നമ്മൾ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ശേഷം മുസ്ലിമീങ്ങൾ ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിലെത്തിയപ്പം തടഞ്ഞൊരു സംഭവമുണ്ട്. ഖുറൈശികൾ തടഞ്ഞു, അടുത്ത വർഷം വരാൻ പറഞ്ഞു. അപ്പം അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നിന്ന് തടഞ്ഞു എന്നതിൻ്റെ പേരിലുള്ള വിരോധം അവരോട് അന്യായം കാണിക്കാൻ, അതിക്രമം കാണിക്കാൻ നിങ്ങൾക്ക് പ്രേരണയാകാതിരിക്കട്ടെ. അതായത് ഒരു വിഷയം ഒരു കൂട്ടരോട് ഉണ്ടെങ്കിൽ അവിടെ നിൽക്കണം. ഇതാളുകളുടെ രീതി എന്താണെന്നറിയോ? കച്ചവടത്തിൽ തെറ്റും. അപ്പോൾ 40% 60% എന്നുള്ള തെറ്റിയത്. അപ്പോൾ തെറ്റുമ്പോൾ അതിനെപ്പറ്റി പറയണം. പകരം എന്താ പറഞ്ഞറിയോ? അദ്ദേഹം ഭാര്യയെ ചീത്ത വിളിച്ചിട്ടുണ്ട്, മൂപ്പര് മെന്നാന്ന് കാർണോറ മോനെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് പറയേണ്ട കാര്യം പറ. എന്താണ് നിങ്ങൾ തമ്മിലുള്ള വിഷയം അവിടെ പറ. അപ്പം ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. കച്ചവടത്തിൽ തെറ്റിയാൽ അതല്ലേ പറഞ്ഞത്. ഇത്രയും നാൾ ഒരുമിച്ച് കച്ചവടം ചെയ്താൽ അതിൽ തെറ്റിയാൽ അതല്ലേ പറയേണ്ടത്. അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ, പ്രസ്ഥാനങ്ങളിൽ നേതൃത്വത്തിൻ്റെ പേരിൽ അമീറാണോ എല്ലേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലാണോ എല്ലേ എന്നതിൻ്റെ പേരിലൊക്കെ തെറ്റുമ്പം കൃത്യം വിഷയം പറയാൻ സാധിക്കണം. ഇനിയിപ്പോൾ ദീനിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമാണെന്ന് കരുതുക. ഒരു കൂട്ടരുമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അവരിങ്ങോട്ട് വ്യക്തിപരമായ എന്തെങ്കിലും പരാമർശങ്ങൾ നടത്താതെ തിരിച്ച് നമ്മൾ ആ വഴിയിലേക്ക് പോകരുത്. കാര്യങ്ങൾ എന്താണോ അത് പറയണം. അപ്പോൾ ഒരു ജനതയോടുള്ള അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ വിരോധം, അതിക്രമം കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. ഇപ്പോൾ ഇവിടുന്ന് അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ തടഞ്ഞത് പേരിലാണ് ഖുറൈശികളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നം. അതവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് തീർക്കണം. അതിൻ്റെ പേരിൽ അതിക്രമം കാണിക്കരുത്, അനീതി കാണിക്കരുത് എന്ന് ദീൻ ഉയർന്ന അധ്യാപനം നമുക്ക് തരാണ്. നിങ്ങൾ നന്മയിലും തഖ്വയിലും പരസ്പരം സഹകരിക്കണം, തെറ്റായ കാര്യങ്ങളിൽ പരസ്പരം സഹകരിക്കരുത്. അപ്പം നന്മയിൽ പരസ്പര സഹകരണം വേണം, കൊലാബറേഷൻ, പാർട്ട്ണർഷിപ്പ് നന്മയുടെ കാര്യങ്ങളിൽ വേണം. ശേഷം ഈ വേട്ടയാടി പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. അതിൻ്റെ ആധുനിക മസല പറയാം. വേട്ട നടത്താൻ ദീനിൽ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അനുവദനീയമായ രാജ്യങ്ങളും സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അവിടെ ഈ ആധുനിക കാലത്ത് പുതിയ പുതിയ തോക്കുകളും യന്ത്രങ്ങളൊക്കെ വന്നപ്പോൾ ആളുകൾ പറഞ്ഞു വെടിവെച്ച് വേട്ടയാടാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം അന്ന് ഉലമാക്കൾ പറഞ്ഞ മറുപടി, ഹദീസുകൾ കൃത്യമായിട്ട് പറഞ്ഞൊരു വാക്കാണ്, രക്തം ഒഴുക്കി കളയുന്ന സംഗതികൾ കൊണ്ടുപോകണം. അഥവാ അതിൻ്റെ മൂർച്ച കൊണ്ടായിരിക്കണം ഇതിൻ്റെ രക്തം വാർന്നു പോകുന്നത്. തോക്കുകൾ പല രീതിയിൽ, വെടിയുണ്ടകൾ പല രീതിയിൽ, അതിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ടെങ്കിലും ഏകദേശം എല്ലാം ഒന്നുകിൽ അതിൻ്റെ ഭാരം കൊണ്ട് അല്ലെങ്കിൽ വേഗത കൊണ്ട് കൊന്നുകളയുന്ന രീതിയിലുള്ളത്. അതല്ലാതെ മൂർച്ച കൊണ്ട് ആ മൃഗത്തിനെ മുറിവേൽപ്പിക്കുന്നതും രക്തം വാരുന്നതൊക്കെ അപൂർവമാണ്. ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സാധാരണ ഈ ബുള്ളറ്റുകൾ നോക്കിയെങ്കിൽ മനസ്സിലാകും, ചിലതൊക്കെ രാസവസ്തുക്കളോ അല്ലെങ്കിൽ അതിൻ്റെ ഭാരം കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ വേഗത കൊണ്ടോ ഒക്കെ പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ രീതിയിലാണ് ആ മൃഗം വീണതെങ്കിൽ അതിൻ്റെ ജീവൻ പോകുന്നതിന് മുമ്പ് അതിനെ പിടിച്ച് വേഗം അറുക്കണം. അതായത് അതിനെ തടഞ്ഞു നിർത്താൻ, അതിനെ വീഴ്ത്താൻ വേണ്ടി മൂർച്ചയില്ലാത്ത ആയുധം ഉപയോഗിച്ചാലും അപ്പോൾ അതിനെ അറുക്കണം എന്നർത്ഥം. എന്നാൽ മൂർച്ചയുള്ള അമ്പ് അല്ലെങ്കിൽ ഇതേപോലെ മൂർച്ച കൊണ്ട് മുറിവേൽപ്പിച്ച് രക്തം വാർന്നു പോകുന്ന രീതിയിലാണുള്ളതെങ്കിൽ അത് അനുവദനീയമാണ് എന്ന കാര്യം ദീനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു ആധുനിക മസല അറിയാൻ വേണ്ടി പരാമർശിച്ചു എന്ന് മാത്രം. ശേഷം ഹാബീലിനെ വധിച്ച സംഭവം കാണാം. ആദം നബി അലൈഹിസ്സലാമിൻ്റെ ആദ്യത്തെ 2 മക്കൾ അസൂയയുടെ പേരിൽ വധിച്ചു കളഞ്ഞ സംഭവം. ഇമാമുകൾ പറയുന്നൊരു കാര്യമാണ്, മനുഷ്യൻ 3 രീതിയിലാണ് തെറ്റുകൾ ചെയ്യുക. 3 രീതിയിൽ. ഒന്ന് അഹങ്കാരം കൊണ്ടാണ്, ഇബ്ലീസ് ചെയ്തതുപോലെ. രണ്ടാമത്തത് മറവി കൊണ്ടാണ്,
ആദം നബി അലൈഹി സ്വലാം തെറ്റ് ചെയ്തു നമ്മൾ പറയില്ല. ആദം നബി അലൈഹി സ്വലാമിൻ്റെ മറവി സംഭവിച്ചു പോയതുപോലെ ഒരു മനുഷ്യൻ മറന്നു പോകുന്നു, അല്ലെങ്കിൽ വ്യാമോഹം കാരണം സ്വർഗത്തിൽ കാലാകാലം നിൽക്കാമെന്നുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം പഴം കഴിച്ചു. ഇതേപോലെ മനുഷ്യൻ്റെ മനസ്സിലുള്ള വ്യാമോഹം അല്ലെങ്കിൽ എന്തെങ്കിലും മറവി സംഭവിച്ചുകൊണ്ട് സാധാരണ ആളുകൾക്ക് സംഭവിക്കുന്ന, മുഅ്മിനീങ്ങൾക്ക് സംഭവിക്കുന്ന പാപങ്ങൾ പോലെ. മൂന്നാമത്തേത് പരസ്പരമുള്ള ബന്ധങ്ങളിലുള്ള വിള്ളൽ കാരണം ഉണ്ടാകുന്ന തെറ്റാണ്, കാബീൽ ഹാബീലിനെ പോലെ. അപ്പോൾ ആദ്യകാലത്തെ 3 സംഭവങ്ങൾ വെച്ചുകൊണ്ട് ഈ 3 കാര്യങ്ങൾ ഇമാം അബുല്ലൈഫ് സമർഖന്ദിയെ പോലുള്ളവർ പരാമർശിക്കുന്നുണ്ട്. അത് പാപങ്ങൾ വരുന്ന വഴി 3ആണ്. ഒന്ന് അഹങ്കാരം, നിഷേധം, ഇബ്ലീസിൻ്റെത് പോലെ. മനുഷ്യ സഹജമായ മറവി, വ്യാമോഹങ്ങൾ, വിവേകത്തേക്കാൾ വികാരം മുൻകടന്ന് പോവുക. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മറവി സംഭവിച്ചതുപോലെ, അദ്ദേഹം ആ പഴം കഴിച്ചു പോയതുപോലെ. മൂന്നാമത്തേത് പരസ്പരമുള്ള ബന്ധത്തിലുള്ള വിള്ളൽ കാരണം കാബീൽ ഹാബീലിനെ വധിച്ചതുപോലെ. മൂസാ നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞൊരു സംഗതി കാണാം. അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്ഥലത്ത്, നാട്ടിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോളൂ. അപ്പോൾ അവരതിന് തയ്യാറായില്ല. അവർ പറഞ്ഞു അവിടെ അതിശക്തരായ ആളുകളുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഈമാനുള്ളവർ പറഞ്ഞു നിങ്ങളൊന്ന് വാതിൽക്കൽ പോയി നിൽക്ക്, അള്ളാഹു നിങ്ങൾക്ക് വിജയം തരും. അപ്പോൾ അവർ പറഞ്ഞില്ല, മൂസ നീയും നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഫ്രീ ആയിട്ട് കിട്ടാൻ നമ്മൾ വരാമെന്ന് പറഞ്ഞു. അള്ളാഹുത്തിൽ അവർക്ക് കൊടുത്ത ശിക്ഷ 40 വർഷം അവർക്ക് ലക്ഷ്യമറിയാതെ ഉഴറി നടക്കേണ്ടി വന്നു. ഒരു ഭാഗത്തേക്ക് പോകും, വൈകുന്നേരം അവിടെ തന്നെ തിരിച്ചെത്തും. അങ്ങനെ യതീഹൂന ഫിൽ അർള്. അപ്പം ഇതാണ് മുസ്ലിമീങ്ങൾ ഇന്നത്തെ ഫലസ്തീനിലെ അവസ്ഥ. നോക്കിയാൽ ഇത് തന്നെയാണ്. എല്ലാവരും കൂടെ ഒന്നിച്ചൊരു തീരുമാനം എടുത്താൽ അര ദിവസം കൊണ്ട് തീർക്കാവുന്ന പ്രശ്നം. എന്നാൽ അനൈക്യം കാരണം, ഛിദ്രത കാരണം, ചില ഒറ്റുകാർ കാരണം യതീഹൂന ഫിൽ അർള്. എന്തിനാണെന്നറിയാതെ ഉച്ചകോടികൾ, എന്തിനാണെന്നറിയാതെ സമ്മേളനങ്ങൾ, ആരാരുടെ കൂടെയാണെന്നറിയാതെയുള്ള കുറേ ചർച്ചകൾ. ഇപ്പോൾ ഗസയിലൊക്കെ തറാവിയിലൊക്കെ ദുആ നടക്കുന്നത്, അല്ലാഹു ഞങ്ങളെ നീ ആരിലേക്കാണ് ഏൽപ്പിക്കുന്നത്? ഞങ്ങളുടെ കരുണ കാണിക്കാത്ത ബോർഡുകളിലേക്കോ, ഞങ്ങളെ കൈവിട്ട് കളയുന്ന ഉമ്മത്തിലേക്കോ? ഈ പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പം ഒരു സാദൃശ്യം, ഒരു സാമ്യം ഇവിടെ മണക്കുകയാണ്. ഞങ്ങളവിടേക്ക് പ്രവേശിക്കില്ല, അവർ ധീരരാണ്, ശക്തരാണ് എന്നൊക്കെ ഈ ഖൗമ് പറഞ്ഞതുപോലെയാണ് മുസ്ലിമീങ്ങൾ യഥാർത്ഥത്തിൽ ഈ സംഭവത്തോട് പ്രതികരിക്കുന്നത്. നിങ്ങൾ വാതിൽക്കൽ പോയി നിൽക്കുക, അള്ളാഹു നിങ്ങൾക്ക് വിജയം തരും എന്ന് പറഞ്ഞ അതേ സ്ഥിതിയിലാണ് ഇന്ന് ഫലസ്തീനിലെ പ്രശ്നമുള്ളത്. അതുപോലെ തീവ്ര ആശയക്കാർ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു ആയത്ത് ഇവിടെ കാണാം. അള്ളാഹുവിൻ്റെ നിയമമല്ലാതെ വിധിക്കുന്നവർ നിഷേധികളാണ്, അക്രമികളാണ്, പാപികളാണ്. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ ഫാസിഖൂൻ ളാലിമൂൻ. അപ്പം അള്ളാഹുവിൻ്റെ നിയമമല്ലാതെയല്ലേ വിധിക്കുന്നത്? ഇവിടുത്തെ കോടതികൾ, ഇവിടുത്തെ സംവിധാനങ്ങൾ മദ്യപിക്കാൻ പാടുണ്ട്, 18 വയസ്സ് കഴിഞ്ഞാൽ മദ്യപിക്കാം അല്ലെങ്കിൽ വ്യഭിചരിക്കാം എന്നൊക്കെ പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ നിയമത്തിനെതിരല്ലേ? അതുകൊണ്ട് ഈ കോടാനക്കൂടിയ ആളുകൾ കാഫിറാണ് എന്നൊക്കെ വിധിക്കുന്ന തീവ്ര സംഘടനകളുണ്ട്. അങ്ങനെയല്ല. ഇതിൻ്റെ വിശദീകരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ആരെങ്കിലും മനസ്സുകൊണ്ട് അത് അംഗീകരിച്ച് വിധിക്കുകയാണെങ്കിൽ, ഒരാൾ പറയാണ് വ്യഭിചാരം ഹറാമാണെന്ന് ദീനിൽ പറഞ്ഞത് അത്ര സ്യൂട്ടായില്ല, ശരിക്കൊരു 18 വയസ്സ് കഴിഞ്ഞാൽ പരസ്പര സമ്മതത്തോടെ ആകാം എന്നതാണ് ശരി, അങ്ങനെ മനസ്സിൽ കരുതിയാൽ ഈ പറഞ്ഞ താക്കീതുകൾക്ക് പാത്രമായി പോകും. അതല്ലാതെ ഇവിടുത്തെ സാഹചര്യം ഇതാണ്, ഇവിടുത്തെ നിയമം ഇതാണ്, അതിൻ്റെ പേരിൽ ആ നിയമത്തെ ആ രീതിയിൽ കണ്ടു, ഈ നാടിൻ്റെ നിയമമായിട്ട് മാത്രം കണ്ടു. അതല്ലാതെ മനസ്സുകൊണ്ട് എന്താണ് ശരിയായ നിയമം, അത് അള്ളാഹുവിൻ്റെ നിയമം, മദ്യപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് ആ നിയമം, വ്യഭിചാരം പാടില്ല എന്ന് പറഞ്ഞതാണ് ശരിയായ നിയമം, അങ്ങനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തി യഥാർത്ഥ മുസ്ലിം തന്നെയാണ്. അവിടെ മഹാനായ സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ തഫ്സീർ കാണാം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടത് അംഗീകരിക്കുന്നവരാണ് ഈ താക്കീദിന് പാത്രമാവുക എന്നുള്ളത്. ശേഷം അള്ളാഹു തആല പറഞ്ഞൊരു സംഗതിയാണ്, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ ആത്മമിത്രങ്ങളാക്കരുത്. അതിലൊരുപാട് അപകടങ്ങളുണ്ട്. സൂറത്ത് ആല ഇമ്രാനിൽ പറഞ്ഞതുപോലെ അവരുടെ വായിൽ നിന്ന് വിദ്വേഷം പുറത്തു വന്നിരിക്കുന്നു, അവരുടെ ഹൃദയങ്ങളിലുള്ള വിദ്വേഷം ഇതിനേക്കാളും മാരകമാണ്. അപ്പം അവരെ നിങ്ങൾ സഖ്യകക്ഷികളായിട്ട് സ്വീകരിക്കുകയും മുസ്ലിമീങ്ങളെ ശത്രുക്കളായിട്ട് കാണുകയും ചെയ്യരുത്. അപ്പോൾ പലപ്പോഴും ഈമാൻ ബലഹീനമായവർ, വളരെ വളരെ ബലഹീനമായിട്ട് കപടന്മാരുടെ സ്റ്റേജിലേക്ക് എത്തിപ്പോകുന്നവർ, അല്ലെങ്കിൽ ശരിയായ മുനാഫിക്കുകൾ, അവർ പറയും, അവർ മത്സരിച്ചുകൊണ്ട് ഇവരോട് മൈത്രി സ്ഥാപിക്കുകയും ഞങ്ങളുടെ സുരക്ഷ അപകടത്തിലാണ് എന്നവർ പറയും. ഫതറല്ലദീന ഫീ ഖുലൂബിഹിം മറളുൻ യുസാരിഉന ഫീഹിം യഖൂലൂന നഖ്ഷ അൻ തുസീബന ദാഇറ. ഞങ്ങൾക്ക് അപകടം ഇല്ലാതിരിക്കാൻ, ഞങ്ങൾ സുരക്ഷിതരാകാൻ ഞങ്ങൾ ഈ ശക്തരായവരുടെ കൂടെ കൂടുകയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പം അത് വലിയ തെറ്റാണ്, വലിയ പാപമാണ്. ഇന്ന് ഇവിടെ പല മൗലവിമാരും പല ഈ പറയുന്ന സംഘടനാ ഭാരവാഹികളൊക്കെ ഓണത്തിന് പപ്പടം വാങ്ങരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭയങ്കര ശ്രദ്ധയോടെ പറയും. എന്നാൽ അപ്പുറത്ത് കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങളുടെ ഡീല് നടക്കുമ്പം ഇത് ഞങ്ങൾക്ക് സ്വന്തം വീട് പോലെയാണെന്ന് ശത്രു രാജ്യത്ത് പോയി പറയുമ്പം അതിനെപ്പറ്റി മിണ്ടാതിരിക്കും. ഈ ആയത്തൊന്നും അവർ കാണാത്തതുപോലെ, അല്ലെങ്കിൽ അവരുടെ ഭരണാധികാരികളെ ന്യായീകരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ സംഘടനയ്ക്ക് വരുന്ന പിരിവ് നിന്നു പോകാതിരിക്കാൻ അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു, അത് ആവർത്തിക്കുന്നില്ല. അള്ളാഹു തആല വിശദീകരിച്ചിവിടെ പറയാണ്,
അള്ളാഹു മൂവരിൽ ഒരുവനാണെന്ന് പറഞ്ഞവർ അവർ സത്യത്തെ നിരാകരിച്ചിരിക്കുന്നു, അവർ കുഫറിലെത്തിയിരിക്കുന്നു. അള്ളാഹു അല്ലാതൊരു ഇലാഹ് ഇല്ല തന്നെ. ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുലേക്ക് ക്ഷണിച്ചതും അള്ളാഹുനോട് ദുആ ചെയ്തതും മനുഷ്യരെ പോലെ ജീവിച്ചതും ഇവിടെ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് ദഅവത്ത് നിങ്ങൾ ഒഴിവാക്കി കളയുന്നത് വലിയ പാപമാണ്, തെറ്റാണെന്ന് വിശദീകരിക്കുന്നുണ്ട്. അവർ അള്ളാഹുവിനെക്കുറിച്ച് അപവാദം പറയുകയും ഹറാമ് ഭക്ഷിക്കുകയും ചെയ്തു, അവരുടെ പ്രവൃത്തി മോശമാണ്. എന്നാൽ എന്തുകൊണ്ട് അറിവുള്ള പണ്ഡിതന്മാർ, ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാർ, അറിവും തഖ്വയുമുള്ള പണ്ഡിതന്മാർ, അറിവുള്ളവർ എന്തുകൊണ്ട് അവരെ തടഞ്ഞില്ല? അവരുടെ പ്രവൃത്തി അതിനേക്കാൾ മോശമാണെന്ന് സൂചിപ്പിക്കുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്, കുറച്ചും കൂടെ കടുത്ത വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ ഫിൽ ഖുർആനി ആയത്തുൻ അശദ്ദു തൗബീഹൻ മിൻ ഹാദിഹിൽ ആയ. ജനങ്ങൾ ഹറാമ് ഭക്ഷിക്കുന്നു, അള്ളാഹുവിനെ കുറിച്ച് അപവാദങ്ങൾ പറയുമ്പം അതിനെ തടയാതിരിക്കുന്ന ഈ പണ്ഡിതന്മാരുടെ പ്രവൃത്തിയേക്കാൾ മോശമായത് എന്താണുള്ളത്? ഇപ്പം തറാവി നിസ്കരിക്കും 5 മിനിറ്റ് മുമ്പ് പോലൊരു മെസ്സേജ് വന്നു, 1000 രൂപ 2000 രൂപ കൊടുത്താൽ നറുക്കെടുക്കും, സ്വർണം കിട്ടും. അപ്പോൾ ഏതോ ഉസ്താദിൻ്റെ ഒപ്പും അത് ഹലാലാണെന്നുള്ളത്. അതായത് നറുക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പൈസ കൊടുക്കണം, നിങ്ങൾക്ക് 50,000 സ്വർണം കിട്ടും. നറുക്ക് വീണില്ലെങ്കിൽ 50,000 പൂർണ്ണമായിട്ട് കൊടുക്കണം. ഈ പൈസ സ്വർണം രണ്ടും കൂടെ വരുന്ന സ്ഥലത്ത് രൊക്കമായിട്ട് തീർക്കാമെന്നല്ലാതെ ഇതുപോലുള്ള ഒരു പരിപാടിക്ക് നിൽക്കാതിരിക്കലാണ് മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പണ്ഡിതന്മാർ തടയണമെന്നും, തടയുന്നില്ലെങ്കിൽ അവരുടെ പ്രവൃത്തി എത്ര മോശം. ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാറു അൻ ഖൗലിഹിമുൽ ഇസ്മ വ അക്ലിഹിമുസ് സുഹ്ത്, പാപകരമായ വർത്തമാനങ്ങളിൽ നിന്ന്, ഹറാമ് ഭക്ഷിക്കുന്നതിൽ നിന്ന് എന്തുകൊണ്ട് തടയുന്നില്ല? അവരുടെ പ്രവൃത്തി വളരെ മോശമാണെന്ന് അല്ലാഹു തആല അറിയിക്കുകയാണ്. അപ്പം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്ന മാത്രം അല്ലാഹു തആല ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് തരട്ടെ. സൂറത്തുൽ മാഇദയിൽ 6-ാമത്തെ ആയത്തിലൊരു കാര്യമുണ്ട്, വുളൂഇനെ കുറിച്ചുള്ള ഒരു ആയത്തുണ്ട്. സത്യവിശ്വാസികൾ നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ മുഖം കഴുകണം, കൈമുട്ടുവരെ, തല തടവണം, കാല് നെരിയാണി വരെ. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അമാനി മൗലവി പറയുന്നൊരു കാര്യം കാണാം. അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, വിശദാംശങ്ങൾ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ പരിശോധിക്കണമെന്നും അതിൻ്റെ സ്ഥലത്ത് പരിശോധിക്കണമെന്നും നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസം ഇല്ലെന്നും. എന്ന് പറഞ്ഞാൽ ഈ ആയത്തുകളെ മറ്റു ഹദീസുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് നമസ്കാരത്തിലൊക്കെ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അത് കാര്യമാക്കേണ്ടതില്ല. അത് മദ്ഹബിൻ്റെ വെളിച്ചത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള അഭിപ്രായങ്ങൾ, അതിനെ കാര്യമാക്കേണ്ടതില്ലെന്നും ആ രീതിയിൽ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നൊരു സംഗതി, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അപ്പം ഫിഖ്ഹ് പരമായ ആയത്തുകൾ വിശദീകരിക്കുമ്പം വരുന്ന വ്യത്യാസങ്ങളെ എങ്ങനെ സമീപിക്കണം എന്ന് അമാനി മൗലവിൻ്റെ തഫ്സീറിൽ തന്നെ നമുക്ക് കാണാം. അതിൽ ആ അഭിപ്രായ വ്യത്യാസത്തെ വലിയൊരു ഭിന്നിപ്പായിട്ട്, ഒരു പ്രശ്നമായിട്ട്, ബിദ്അത്ത് ആരോപിക്കാൻ, തെറ്റ് പറയാനുള്ളൊരു കാര്യമായിട്ട് കാണേണ്ടതില്ല എന്നർത്ഥം. ഓക്കെ, അപ്പം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. ശിക്ഷാ നിയമങ്ങളെക്കുറിച്ച്, പ്രതിക്രിയയെക്കുറിച്ച് പറയുന്നുണ്ട്. മുൻകാല വേദങ്ങളിലും പ്രതിക്രിയ പറഞ്ഞിട്ടുണ്ട്. പ്രതിക്രിയ എന്ന് പറഞ്ഞാൽ ഖിസാസ്. ഒരു കാലം തെറ്റ് ചെയ്തു, കണ്ണ് അല്ലെങ്കിൽ കണ്ണിന് കണ്ണ്, ചെവിക്ക് ചെവി. എന്തിനാണത്? നിങ്ങളുടെ ജീവന് സുരക്ഷ ഉണ്ടാകാൻ, ആരെങ്കിലും കയറി ദേഷ്യം വരുമ്പോഴേക്ക് കയ്യാങ്കളി നടത്താതിരിക്കാൻ. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് എന്ന് നേരത്തെ ജുസുയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പ്രതിക്രിയയിൽ നിങ്ങളുടെ ജീവന് സംരക്ഷണമുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് ഇത് മുൻകാല വേദങ്ങളിലും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പം ഇസ്ലാമിനെ മറ്റു മതസ്ഥർക്ക് അഥവാ ജൂതന്മാർക്ക്, ക്രിസ്ത്യാനികൾക്ക് ഈ പ്രതിക്രിയയുടെ കാര്യത്തിൽ വിമർശിക്കാൻ കഴിയില്ല. ഒന്നതിൽ ജീവന സുരക്ഷിതത്വമുണ്ട്. ശക്തമായ നിയമം ഉണ്ടാകുമ്പം കുറ്റവാളികൾ പേടിക്കും, ഇരകൾക്കും ജനങ്ങൾക്കും സന്തോഷം കിട്ടും. അതാണ് ശരിയായ നിയമം, അതാണ് അവരുടെ വേദഗ്രന്ഥത്തിലും ഉള്ളത് എന്നതും കൂടെ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു തആല ഖുർആനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും പ്രബോധനം ചെയ്യാനും തൗഫീഖ് തരട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.